ഹലോ കേസ്, ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. അതുകൊണ്ട് കണ്ണരി ഇത്തിരി സ്പീഡിൽ പറഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 10-നും 15-നും ഇടയ്ക്കുള്ള തീയതിയിൽ നമ്മുടെ ലീഗ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയുന്നത്. സിംഗിൾ ലെഗ് ഫോർമാറ്റിലായിരിക്കും ടൂർണമെന്റ് നടക്കുക. അതായത് ഓരോ ടീമുകളും എതിരാളികളുമായിട്ട് ഓരോ മത്സരം വീതം കളിച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവന്മാരെ ചാമ്പ്യന്മാരായിട്ട് പ്രഖ്യാപിക്കുക. അതായത് സിംഗിൾ ലെഗ് സീസൺ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലെഗ് ലീഗ് എന്ന് പറയുന്ന സെറ്റപ്പിലാണ് പരിപാടി പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കപ്പ് ടൂർണമെന്റ് ആക്കി മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധത്തിൽ അറിവില്ല. പിന്നെ ഒരൊറ്റ വേദി സെൻട്രലൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും. സെൻട്രലൈസ്ഡ് സിംഗിൾ ലെഗ് ഫോർമാറ്റിലായിരിക്കും നമ്മുടെ ടൂർണമെന്റ് നടക്കുക. ഗോവയിൽ വെച്ചിട്ടായിരിക്കും മത്സരം നടക്കുക. കൊൽക്കത്തയിൽ വെച്ചിട്ട് ഐ ലീഗ് ടൂർണമെന്റുകൾ നടക്കും. ഐ ലീഗ് 2, 3 അതിന്റെ കാര്യമൊന്നും അറിയത്തില്ല. 10 കോടി രൂപ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ആയിട്ടാണ് ഇവന്മാർ കണ്ടിരിക്കുന്നത്. 10 കോടി രൂപയ്ക്ക് പരിപാടി നടക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. 5 കോടി രൂപ ഐ ലീഗിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ് ആയിട്ടും ഇവന്മാരെ വകയിരുത്തിയിട്ടുണ്ട്. അപ്പം കായിക മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗിന്റെ വിവരങ്ങൾ നമുക്ക് പിന്നാലെ ചെയ്യാം. അപ്പം നമുക്ക് ഇന്നോട്ട് സെറ്റാക്കാം. ക്രിക്കറ്റ് ചാനലും ഫുട്ബോൾ ചാനലും പിന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് കണ്ടന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം. പിന്നെ എൻ്റെ ബോഡിക്ക് നല്ല ട്രാൻസ്ഫർമേഷൻ ഉണ്ടെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് തരാം. ഇനി ഫിറ്റ്നസ് ടിപ്പുകളും കൂടെ നിങ്ങൾക്ക് തന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ബൈ.